ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശ്രീനി, സുഖാണോടാ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. താൻ എന്തിനാ വെറുതെ ഇത്രയും ദൂരം? ഒരു കാലത്ത് ഒരുപാട് ചവിട്ടിക്കൊഴിച്ച മണ്ണല്ലേ, ഒന്ന് തരണമെന്നും നിന്നെ കാണണമെന്നും തോന്നി. ഓ, ഒരു 20 വർഷത്തെ മാറ്റം. അത് ചെറുതൊന്നുമല്ല, പഴയ കാഴ്ചകളൊന്നുമില്ല. മെട്രോപൊളിറ്റൻ സിറ്റി അല്ലേ, മിനിറ്റിന് മിനിറ്റ് മാറിക്കൊണ്ടിരിക്കുക. എന്താ ശ്രീനിവാസേ ഇനി തന്റെ ഉദ്ദേശം? ഒരുപാട് കാര്യങ്ങളുണ്ട് രവി. എന്റെ 20 വർഷം എന്നിൽ നിന്നും വെട്ടിമാറ്റിയ ആ ശത്രു അതാരാണെന്ന് അറിയണം. എന്തിനാണ് എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ അവർ ശ്രമിച്ചതെന്നും അറിയണം. കഴിഞ്ഞതൊക്കെ ചുട്ടുകൊള്ളുന്ന ഒരു കനല് പോലെ എന്റെ മനസ്സിൽ കിടക്കുക. 20 വർഷത്തെ ജയിൽവാസത്തിനിടയിൽ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും എണ്ണി എണ്ണി ഞാൻ തീർക്കുകയായിരുന്നു. ആരാണ് എന്റെ ശത്രു എന്ന് തിരിച്ചറിയാൻ. ബട്ട് എനിക്കിതുവരെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കി, എന്നെ ജയിലിലടച്ചു. വാങ്ങി തന്നത് ജീവപര്യന്തം. അതുകൊണ്ട് നിർത്തിയോ? ജീവപര്യന്തം കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ജയിലിലൊരു കലാപം. കലാപത്തിനിടയിൽ ആളുകളെ പിടിച്ചു മാറ്റാൻ നോക്കിയതാ ഞാൻ. പക്ഷേ ഒരു പോലീസുകാരന് കുത്തുകൊണ്ട്. കൂടെയുള്ള തടവുകാരിൽ ഏതൊരാൾ. അവന്റെ മോഹം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കുത്തിയത് ശ്രീനിവാസനാണെന്ന് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് വീണ്ടും കോടതി, വിചാരണ, പുതിയൊരു ശിക്ഷ കൂടി. എന്റെ ശത്രു നിസ്സാരക്കാരനല്ല. ശ്രീനിവാസന്റെ രീതികൾ വെച്ച് തനിക്ക് അങ്ങനെ ഒരു ശത്രു ഉണ്ടാവേണ്ട കാര്യമില്ല. എന്തെങ്കിലും എല്ലാം വെളിച്ചത്ത് വരും. ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും രവീന്ദ്ര. ശാന്തിയുടെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവൾക്കുള്ള ഭീഷണി എന്താണെന്ന് ഞാൻ കണ്ടെത്തും. സിത്താര തിരക്കിയായിരുന്നോ? കേട്ടു, ബിസിനസ് രംഗത്തെ അയൺ ലേഡി അങ്ങനല്ലേ? ഞാൻ കുറെ കാലം വിദേശത്തായിരുന്നല്ലോ. അവിടെ വെച്ചാണ് സിത്താരയുടെ വളർച്ചയെക്കുറിച്ചൊക്കെ വാർത്തകളിലൂടെ അറിയുന്നത്. വഴി ശ്രീനിവാസ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിലൂടെ സഞ്ചരിച്ചാൽ മതിയല്ലോ. സിത്താര എന്റെ സ്നേഹം മുഴുവൻ ഞാൻ കൊടുത്തൊരുത്തി. പക്ഷേ ആദ്യത്തെ പരോളിന് പുറത്തിറങ്ങി ഞാൻ കാണാൻ ചെന്നപ്പോ അവള് മറ്റൊരാളുടേതായിരുന്നു. അതിലൊരു ദുഃഖം. അത് പുറക്കാനുള്ള വിശാലതയൊന്നും ദൈവം എനിക്ക് തന്നില്ല. സിത്താര എന്ന അധ്യായം ശ്രീനിവാസന്റെ മനസ്സിൽ നിന്ന് പോയി. പോട്ടെ, ഭൂതകാലത്തെ കറുത്ത ഏടുകളുടെ കൂട്ടത്തില് കനത്ത ഒരെണ്ണം. രവി, എനിക്ക് എന്റെ മോളെ കണ്ടെത്തണം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അവളുടെ കൂടെ കൊതി തീരുന്നവരെ എനിക്ക് ജീവിക്കണം. അവളെയും അവക്ക് വരാൻ പോകുന്ന ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം കണ്ട്. ഞാൻ കൂടെയുണ്ട്, എന്ത് സഹായത്തിനും. നമുക്ക് തിരയാടോ. താങ്ക്സ് എടാ.